മലപ്പുറം ചാലിയാറിലെ ചിരുത കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ട് 2 വർഷമായി. എന്നാൽ ഇതുവരെയും ആ വീട്ടിൽ വൈദ്യുതി എത്തിയിട്ടില്ല. ഇരുട്ടിൽ കഴിയുകയാണ് 6 കുടുംബങ്ങൾ. ചാലിയാർ പഞ്ചായത്തിലെ കാനക്കുത്ത് ചിരുത കോളനിയിൽ വൈദ്യുതി എന്നത് ഇന്നും കിട്ടാക്കനിയാണ്. കാട്ടാനക്കൂട്ടത്തിന്റെ വിഹാരകേന്ദ്രമായ ഇവിടെ സന്ധ്യയായാൽ ഭീതിയോടെയാണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിവെട്ടവുമാണ് ഇന്നും ഇവരുടെ ആശ്രയം. അധികൃതരുടെ അനാസ്ഥയിൽ ഇരുട്ടിലായത് 6ഓളം കുടുംബങ്ങളാണ്. ഇപ്പൊ വെറും മണ്ണെണ്ണ വിളക്ക്, ടോർച്ച് വിളക്ക്, മണ്ണെണ്ണ ഇല്ല. ഞങ്ങൾക്ക് ടോർച്ച് കത്തിച്ച് വെച്ചുകൊണ്ട് എത്ര നേരം നമ്മൾ തോർത്തുന്നു? കറണ്ട് കിട്ടിയെങ്കിലല്ലേ. അത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ റേഷൻ കാർഡ് ഇവിടുന്ന് കൊണ്ടുപോയി. ആധാർ ഞങ്ങൾ വോട്ട് ചെയ്തു വന്നു. അന്ന് അവിടെ കൊടുക്കാൻ പറഞ്ഞ അവിടെ കൊടുത്തു. ഇതുവരെ ഞങ്ങൾക്ക് ആധാറും ഇല്ല, കറണ്ടും ഇല്ല, ഓൻ ശരിയാക്കിയിട്ടുമില്ല. കറണ്ട് കിട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു, വിളിച്ചാൽ എടുക്കുമില്ല. മുൻപുണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചുമാറ്റിയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. 2 വർഷമായി ഇവർ ഇവിടെ താമസം തുടങ്ങിയിട്ട്. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചുമാറ്റി പുതിയ വീട് നിർമ്മിച്ചു നൽകിയെങ്കിലും ഇതുവരെ ഇവിടെ വൈദ്യുതി കണക്ഷൻ എത്തിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കറണ്ടില്ല, കറണ്ട് വേണം. 2 കഴിഞ്ഞു, കറണ്ടിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. സാധനം മുഖേന ഇവിടുന്ന് കൊണ്ടുപോയി. ശരിയും ആനക്കൂട്ടത്തിന് ഞങ്ങൾ നിൽക്കുന്നത്. അധികം കിടന്നുറങ്ങണില്ല. ആനനെ ശല്യം കൊണ്ട് ഇതിൽ മുഖേനും വരും. അന്തായ ആന ഞങ്ങളെന്താ ചെയ്യുന്നു? പൈസ മുഖേന വാങ്ങിക്കൊടുത്ത്. കാട്ടാനകൾ ഏറെയുള്ള വനപ്രദേശമായ ഇവിടെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മിക്കവരും പ്രായാധിക്യം മൂലം അവശതകൾ അനുഭവിക്കുന്നവരാണ്. ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ പൂർവികരെ സംസ്കരിച്ച സ്ഥലത്തുനിന്നും മാറി താമസിക്കാൻ ഇവർ തയ്യാറായില്ല. തുടർന്നാണ് ചാലിയാർ പഞ്ചായത്ത് ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ വീടുകൾക്ക് തുക അനുവദിച്ചത്. എന്നാൽ പുതിയ വീട്ടിലേക്ക് വൈദ്യുതി ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഇവരെ ആദിവാസി പ്രൊമോട്ടർമാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. പിന്നെ ഈ പേർക്ക് പൗണ്ടീസ കീറിയിരിക്കണ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും ഒരു കഴിച്ചാണ്ട് പോയത്. എന്നിട്ട് പിന്നെ പൈസ വാങ്ങിക്കൊടുത്തിട്ട് 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് അവൻ പിന്നെ പെരമയ്ക്ക് തിരിഞ്ഞു നോക്കുക. അങ്ങനെയൊക്കെ അവൻ കാട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പം ആനകളിപ്പോൾ ഇതിലൊക്കെ ഇതാ വരുന്നേ. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നു ആനകൾ. എന്താ കാട്ടണ? ഈ കുറേ അയക്കണ ഞങ്ങൾ ഇട്ടത്ത് നിൽക്കണേ. 2 കൊല്ലം വരെ ഞങ്ങൾ പെരപ്പണി ആയിടുമ്പോൾ ഞങ്ങൾ ഇട്ടത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കറണ്ട് ശരിയായി കിട്ടിയാൽ മതി. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.